ചന്ദ്ര എവിടാ മോനെ? ചന്ദ്ര എവിടാ മോനെ? ഞാൻ ജയിലിയാടി. ലോകത്ത് ആർക്കും എന്നെ പിടിക്കാൻ കിട്ടത്തില്ല. ഇറങ്ങി ഓടി. ഇറങ്ങി ഓടിയതിന്റെ കഴിവല്ലേ? ഇറങ്ങി ഓടിയതിന്റെ കഴിവല്ലേ? അണ്ണാ അണ്ണു അണ്ണു അണ്ണേ ജാമ്യത്തില്ല ആൾ ജാമ്യത്തില്ല. അണ്ണുന്റെ പറഞ്ഞത് എന്റെ ജാമ്യക്കാരൻ. ഹലോ പാട്ട് കേട്ടിട്ടുണ്ടോ സാർ? ഇല്ല 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 അങ്ങനത്തെ പാട്ടൊന്നും ഇങ്ങനെ ഫേമസ് ഹിന്ദി സിനിമയിലെ ഒരു പാട്ടായിരുന്നു. പാട്ടം I know, man. I'm a good singer. I know that. Yeah. സാറ് പുറത്ത് സാറ് പാടിയപ്പോഴേക്കാ ഏതോ സ്ത്രീ കരയാന്നും പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് തപ്പിങ്ങോട്ട് തന്നത്. ചെവി കൊണ്ട് ക്ലീൻ ആക്കാൻ പറ. കുപ്പിയേക്കാളും വലിയ ഗ്ലാസ്. ഇവരൊക്കെ കുപ്പി ഗ്ലാസിനകത്തിട്ടാ കുടിക്കുന്നേ. സത്യമല്ലേ? കുപ്പിയേക്കാളും വലിയ ഗ്ലാസ്. സത്യം. കുപ്പി വെള്ളം, 2 കുപ്പി വെള്ളം നിറയാം. നിങ്ങളൊക്കെ കുളിക്കുന്ന ബക്കറ്റ് എങ്ങനെയായിരിക്കും സാറേ? ടാങ്കാണോ? ടാങ്കിലാണോ കുടിക്കുന്നത്? കോരി കുളിക്കുന്നേ? കുടിക്കുമ്പോ നന്നായിട്ട് കുടിക്കണ്ട, ഹൈഡ്രേറ്റ് പേടിക്കായിരുന്നു. പിന്നെ ഇതൊരു 5 എടുത്തോണ്ട് പോകട്ടെ സാറേ. നല്ല സൂപ്പർ ക്ലാസ് ഉണ്ട്. തെന്നി മാറുന്നു. മറ്റേ എഴുതുവായിരുന്നെങ്കിൽ അണ്ണ ഇൻസ്റ്റ മെക്കയുടെ ഒരു റീലായിട്ട് ഇടുന്നുണ്ട്. ഫ്രീ ആകുമ്പോ നോക്കണേ. ഓക്കെ 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 ഓക്കെ. ഈ ഹാളന്റെ ഹൗസ് ഓഫ് ഡ്രാഗണിലെ ഡീമൺ ടീ ആരെങ്കിലും ആണോ? എനിക്കറിയത്തില്ല മോനെ. സാറേ ഇതൊന്ന് സൈൻ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊന്ന് പോവായിരുന്നേ സാർ. നമ്മളെ പിന്നെ എന്തിനോട് പിടിച്ചിരുത്തിയിരിക്കുന്നു? സാർ എനിക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ. ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരണോ? പിന്നെ ആര് ക്രിയേറ്റ് ചെയ്ത് തരും? ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നേ? സാറേ T/documents അതേ പറയണ്ടേ? ഞാൻ സാറിനെല്ലാം അറിയുന്ന വെച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത് എന്നും ഡോക്യുമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. Documents അടിക്കുമ്പോ അതിൽ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എടുക്കുമ്പോ സാറിന് ഏറ്റവും അടിയില് ന്യൂ സിറ്റിസൺ കോൺട്രാക്ട് ഉണ്ടാവും. അതില് കോൺട്രാക്ട് എടുത്തിട്ട് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സിനകത്ത് ന്യൂ സിറ്റിസൺ ഡോക്യുമെന്റ് എടുത്തിട്ട് സിറ്റിസൺ കോൺട്രാക്ട് സിറ്റിസൺ കോൺട്രാക്ട് അപ്പൊ ഒന്നും ഇല്ലേ? കേസില്ലേ? ഞാൻ ജയിലിൽ ചാടി പറഞ്ഞ പോരെ? ഒന്നും ഞാൻ ജയിലിൽ ചാടി. ഫ്ലോർ ഏതാ? ആരുടെ ഒച്ച കേൾക്കുന്നേ? ആ എടാ നീ പോയിട്ട് ആ പുറത്ത് ആ റാമ്പോ അവന്മാർ നിപ്പുണ്ടോ നോക്കി. ഏത് സാറ്? നീ പോയില്ലടാ. നീ നന്നായി. നീ കുടുങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവിടെ കിടടാ. അവനെ ലിഫ്റ്റിന്റെ ഇടയിൽ പിണഞ്ഞു കിടക്കുക. അവൻ കിടക്കട്ടെ അവിടെ. ഒരു മിനിറ്റ്. എന്റെ ഫോൺ അവിടെ. അയ്യോ അൺഫോളോയാ. ലവ് വെക്കപ്പോ അൺഫോളോ പറഞ്ഞു. എടാ കുട്ട കേക്കാൻ പോടാ. എടാ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയടാ. ഹലോ ഹലോ ഹലോ. അച്ഛനുണ്ടോ? ഇല്ല എന്ന വേദനാജനകമായ കാര്യം എനിക്ക് യെല്ലോ പേജ് ഇടാൻ പറ്റത്തില്ല. എന്റെ ഫോണിന്റെ മറ്റേ ഇച്ചിരി ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. പുറത്ത് ടിക്കറ്റ് വലിച്ചാലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ എന്തെങ്കിലും എന്റെ ഒരു ഐഡിയ ഉണ്ട്. വെയിറ്റ് എക്സിക്യൂട്ട് ചെയ്യട്ടെ. പറ. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യട്ടെ. കൈ നീട്ട് പറഞ്ഞേ. കൈ എഴുതി ഉടനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോണേ.
കിടില ഐഡിയ ആയിരിക്കേ. ഇതെന്താ? ഹലോ 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 സാർ. ഓടാ മരയോന്തിനുണ്ടായവനെ. ചന്ദ്ര എവിടാ മോനെ? ചന്ദ്ര എവിടാ മോനെ? ഞാൻ ജയിലിയാടി. ജയിലിയാടി അല്ലേ? സാർ അപ്പം പ്രൊസീഡ് ചെയ്തു. പിന്നീട് തിരിച്ചെത്തണം അല്ലേ? ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവുന്നതാണ്. ഇല്ല എന്നെ ഇനി കിട്ടത്തില്ല. ലോകത്ത് ആർക്കും എന്നെ പിടിക്കാൻ കിട്ടത്തില്ല. വന്ദേ മാതരം. നമ്മളിതൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു. അമ്മ. ഹലോ, റേഡിയോ ഏബലെ, നമ്മുടെ ഇവിടെ ഒന്ന് വരാവോ? 8019 അടുത്ത്, അതായത് നമ്മുടെ മെയിൻ നമ്മുടെ ഇതില്ലേ ഹോസ്പിറ്റലൊന്ന്. ഒരു സെക്കൻഡ്. അയ്യോ, ഒരു വണ്ടി കണ്ട്. അയ്യോ പോയി. കുഴപ്പമില്ല. എടാ ലൊക്കേഷൻ ഞാൻ ഏബലെ അയച്ചു തരാം. നിന്റെ ഫോൺ നമ്പർ എത്ര? 471 വെറും 471 കേട്ടാ. ചന്ദ്ര മോനെ പറയൂ. എന്താണ്? ഞാൻ ഇവിടെ നിപ്പുണ്ട്, ചുറ്റും ആൾക്കാരായി. എന്തിനാ അവിടെ നിൽക്കേ? പുറത്തോട്ട് വാ. എവിടെ ഉണ്ട്? ഞാൻ ഗുഹയില്. ശരി, അവിടെ തന്നെ ഇരുന്ന് വിളിക്കാം. താഴെ. മോളിലുള്ള നീയാണോ? താഴെ അതിന്റെ താഴെ, ആ പാലത്തിന്റെ താഴെ. നിർത്തി. അത്ര ഫ്രണ്ടോർ തുറന്നിട്ടേക്കുന്നത് മലർക്കെ പൊട്ടിച്ചാടിയില്ലേ മണ്ടന്മാര്. അത്ര ഉള്ളല്ലോ പോതണ്ണ. ഹലോ എടാ നീ ഇങ്ങോട്ട് വാടാ, ഇതിന്റെ പോട്ടറാ. ഹലോ, കത്തുന്നതിന് മുന്നേ എവിടെയായിരുന്നു? കത്തുന്നതിന് മുന്നേ എവിടെയായിരുന്നു? DHR ഓഫീസില്. എന്നിട്ട് പിന്നെ എവിടെ മാറി ഇറങ്ങി? കത്തിയപ്പോ ഞാൻ ആദ്യം വന്ന് എന്റെ കഴിവുണ്ട്. അല്ല എവിടെ ഇറങ്ങി? ഇറങ്ങി ഓടി. അല്ല ഇറങ്ങി ഓടി. സിറ്റുവേഷൻ അല്ലേ? ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്യണ്ടേ? ഇറങ്ങി ഓടിയതിന്റെ കഴിവല്ലേ? അത് പറ്റില്ല. ഒരു സെക്കൻഡ്. ഇങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചേ. ഒറ്റ കുത്തി പോടാ തെണ്ടി വണ്ടി എടുത്തോണ്ട്. വന്ദേ മാതരം. ആളെ സെർച്ച് ചെയ്തായിരുന്നു ഏകൻ സാറേ? ഡോക്യുമെന്റ് ചെയ്താലോ?
ഇനി നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം സാർ. ഏത് കൊടുക്കും? വെരി വെരി ക്ലീൻ മനുഷ്യന് പറയല്ല. രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് ഭയോ സാറേ ഒരു മിനിറ്റ് സാറേ, ഞാൻ ബഗ് അടിച്ചിരിക്കും. ഒരു മിനിറ്റ്. അടിച്ചില്ലേ അത് നോക്കിയേ സാറ്. കാസ്പറെ മറ്റേ സാറിനെ നോക്കേ. ഇമ്പ്രൂവിന്റെ കൂടെ ആള് വരാം. വാ വാ ഓക്കെ ഓക്കെ ഓക്കെ. വാ സാറേ. തടി പോയോ? താടി നിക്കില്ലായിരുന്നു, അത് വെക്കും അടിയായിരുന്നു. ചാടി പോയി കളിച്ചോണ്ട് വന്നോ സാർ? പാന്റ് ഷർട്ട് മാറി അല്ല താടി ഇതൊരു കുട്ടപ്പനായ താടിയില്ലായിരുന്നു എനിക്ക്. വെപ്പാണത്. അത് വെപ്പായിരുന്നു. 5 മിനിറ്റ് എന്തൊക്കെ മാറിപ്പോ. ആൾമാരുടെ ഒരു ഫൈനും കൂടി ഇടേണ്ടി സാറേ വരും. സാറും കൂടെ സാറേ കണ്ടോ? സാറും കൂടെ അങ്ങനെ ഒരു പഴയ ഒരു ജവാനാണ് സത്യം പറഞ്ഞ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഇതില് ഡ്രസ് അപ്പോഴേ എന്തായാലും ഇപ്പൊ ചുമ്മാ ഒരു വെറുതെ ഒരു അല്ലീഗൽ ഒഫൻസ് കാണിച്ചത് കൊണ്ട് ആ ഫൈൻ്റെ 70% ഫുൾ ഡോർ ക്ലോസ് ചെയ്തിരിക്കുക, ഫ്രണ്ട് ഡോർ എല്ലാ ഡോറും. ഒരു മിനിറ്റ് സാറേ, എന്താ പറഞ്ഞ? ആ ഫൈൻ്റെ 100% വാങ്ങിച്ചോയെ. കേസിന്റെ ഫൈൻ്റെ 100% വാങ്ങിച്ചോയെ. അത്രയ്ക്ക് സാറേ 18 കൂടി 18 കൂടി. അത്രയ്ക്ക് സാറേ ഞങ്ങൾ മാന്യായിട്ടല്ലേ ഡീൽ ചെയ്ത്. അല്ല സാർ അത്രയ്ക്കായ മാന്യായിട്ട് അല്ല ചോദിച്ചതിന് സാറേ ഞാൻ അത്രയ്ക്ക് ആയോ സാറേ, അത്രയ്ക്കും ആയോന്ന് ചോദിച്ചതാ. അത്രയ്ക്കും ആയോ 70% 100 അത്രയ്ക്ക് ആയോന്ന് ചോദിച്ചതാ. സാറേ അങ്ങനെ ആക്കല്ലേ സാറേ, അങ്ങനെ ആക്കല്ലേ സാറേ, ഒന്ന് കുറയ്ക്ക് സാറേ. ഓടിപ്പോയില്ല പിന്നെ കുറയ്ക്കാൻ പറ്റില്ല സാറേ ഓടിപ്പോയില്ല, അടുത്ത് പെട്ടെന്ന് ഡ്രസ് ചൊറിഞ്ഞോണ്ട് അപ്പൊ കടയിൽ പോയി ഡ്രസ് മാറാൻ പോയതാ. സാറിനെ വിളിച്ചില്ല, ഇവിടുന്ന് കോൾ ചെയ്തില്ലേ? അത് സ്പീക്കർ ഇട്ട് സംസാരിച്ചത്. അപ്പൊ സാറ് വ്യക്തമായി പറയുന്നുണ്ട് ഇവിടുന്ന് ചാടിപ്പോയത്. സാർ ആ കോള് ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ ആയിരുന്നു, റെക്കോർഡ് ആയിരുന്നു നമ്മളതില്. അപ്പൊ കാശാണ് ചോദിച്ചാണ് വരും. അല്ല, കാശ് നിങ്ങളെ സൈഡിൽ നിന്നാ കിട്ടാനുള്ളത്. അവര് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇന്ത്യയിൽ കാശില്ല സാറേ. അല്ല, അത് ബാങ്കില് മൈനസ് ആയിട്ട്. ഒന്ന് സൈലന്റ് ആണ്. ചന്ദ്രബോസ്, താങ്കൾക്ക് ബെയില് പോലും അവൈലബിൾ ആക്കാത്ത ഒരു കേസാണ് താങ്കൾക്കെതിരുള്ളത്. എന്നിട്ടും ഡിഒജിയുടെ പേഴ്സണൽ അഷുറൻസിൽ താങ്കൾക്ക് ഒരു ബെയിൽ അലോട്ട് ചെയ്ത് തന്നു. താങ്കൾക്ക് അത് കേസ് ഹിയറിംഗ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞു. താങ്കളൊരു എസ്റ്റാൻഡ് സിറ്റിസൺ ആണ്, താങ്കൾക്ക് അതിൻ്റെതായ റൈറ്റ്സ് കിട്ടണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഡിഒജി ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. എന്നിട്ടും താങ്കൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും നേരം മാന്യമായിട്ടല്ലേ ഞങ്ങൾ ഡീൽ ചെയ്തത്. തിരിച്ചു വന്നതാണോ? കൊണ്ടുവന്നതല്ലേ? കൊണ്ടുവന്നതല്ലേ? ഇല്ല തിരിച്ചൊന്നയാ, അപ്പൊ തന്നെ വന്നില്ല ഞാൻ. ഞാനാണ് വിട്ടത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആളെ ഇട്ടത്. സാറാ സാറ് വിട്ട ആളുടെ കൂടെ അപ്പൊ തന്നെ കേറി വന്നില്ലേ? എനിക്കൊരു പക്ഷെ വരാതിരിക്കാമായിരുന്നു. അത് കേറേണ്ട ആവശ്യമൊന്നുമില്ല, കൊണ്ടുവരും. എന്നോട് ചോദിച്ചു വേണോ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു വേണോന്ന്. എനിക്കങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണം, കാരണം നിങ്ങൾ ഇത്ര ഹെൽപ്പ് ചെയ്തല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ നേരത്തെ വിളിച്ചപ്പം പറ്റത്തില്ല, ഇനി വരത്തില്ല, വേണമെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞത്? അത് ഞാൻ ചെറുതായിട്ട് ടെൻഷൻ അടിപ്പിക്കാൻ പറഞ്ഞല്ലേ അണ്ണുനെ. അണ്ണുവല്ല ജാമ്യത്തിൽ ഇരിക്കുന്നേ, അപ്പൊ ആൾക്ക് ഒന്ന് ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞ സാർ. തമാശ, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് സാറേ. പുള്ളിക്കാരൻ എന്തായാലും ജാമ്യം എഴുതി തന്നിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ പുള്ളിക്കാരനെ ഞങ്ങൾക്ക് ആക്ഷൻ എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് ഇവിടുന്ന് ബാക്കിയുള്ള എല്ലാരും താങ്കൾക്കെതിരെ ഇത് ചെയ്തപ്പോ ഡിഒജിയും പിപിഡിയും ചേർന്നെടുത്തൊരു തീരുമാനമാണ് താങ്കൾക്ക് ഒരു ഹിയറിംഗ് വെക്കാന്നുള്ളത്. എന്നിട്ട് താങ്കൾ ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരുന്ന ഒരു അപ്രിസിയേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അയ്യോ സാറേ, അത് വേണോ സാറേ? അതാ പറഞ്ഞേ. എന്തായാലും ഫസ്റ്റ് ചാർജ് ഷീറ്റിന്റെ മുഴുവൻ എമൗണ്ട് താങ്കൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? കേക്കാലോ അല്ലേ? ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളാ സാറേ പുറത്തിരിക്കുന്നത്. പുള്ളിയുടെ ഹാർട്ട് പേഷ്യന്റ് ആണോ? ആരുടെ? അണ്ണു ഹാർട്ട് പേഷ്യന്റ് സാറേ. പുള്ളിയുടെ ഹാർട്ട് സർജറിക്ക് തന്നെ ഇപ്പം ഒരു ഓൾമോസ്റ്റ് 20-25 CR ആവും സാറേ അടുത്ത ആഴ്ച. മനസ്സിലാക്കുക സാറേ, അത്രയും വലിയൊരു സിറ്റുവേഷനിലാ സാറേ ഇരിക്കുന്നത്. സാറേ ഞാനത് ചോദിച്ചു വരെ. അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ല അതിന് വേണ്ടല്ല സാറേ, പക്ഷെ പറഞ്ഞത് ഫൈനൊക്കെ നമുക്ക് എത്ര താങ്ങാൻ പറ്റത്തില്ല. ഇതൊക്കെ ആളറിയുമ്പോ ആളിന് ഹാർട്ട് ഒന്നുകൂടി വീക്കല്ലേ. കൂടപ്പുറപ്പ് ഇങ്ങനെയൊക്കെ തീവ്രവാദത്തില് ഏർപ്പെടുന്നൊക്കെ അറിയുമ്പോ ഞാൻ പ്രാർത്ഥിക്കട്ടെ സാർ. പ്രാർത്ഥിച്ചു. ടോട്ടൽ എമൗണ്ട് എത്രയാ സാർ? എഡി സാറേ, ജോക്കി സാറിന്റെ കംപ്ലീറ്റ് ഹെൽത്ത് 100% ഓക്കെ.
സാറേ ഹെൽത്ത് ഓക്കെയാണ്. ഹാർട്ടിന്റെ കാര്യം സാർ ചോദ്യം ചോദിച്ചു നോക്കിയേ. ഹെൽത്ത് എന്നൊരു കാറ്റഗറിയിൽ വരുന്നതല്ലേ ഹാർട്ട്? അല്ല പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല. പുള്ളി ഇപ്പൊ തൽക്കാലം സാറേ സുഖല്ലേ, ഇതിപ്പോ നമ്മള് സാറേ ഫുഡ് കഴിച്ചോ സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാരും അല്ല പറയും ഞങ്ങൾ ചോദിച്ച് ഹാർട്ട് ഓക്കെ ചോദിച്ചപ്പോ ഓക്കെ ആണെന്ന് പറഞ്ഞ ആള്. അതെ 100% ഓക്കെ പറഞ്ഞു. ആര് പറഞ്ഞു? അണ്ണു പുള്ളി സമ്മതിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് വേണ്ടല്ലോ, പുള്ളിക്കറിയില്ലേ പുള്ളിയുടെ അല്ല പുള്ളി അങ്ങനെ ആയിരിക്കും വിചാരിച്ചത്. ഒറ്റ സെക്കൻഡ്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ എക്സാമിന് വിളിച്ചിരുത്താം. അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചോ, പുള്ളിയുടെ ചോദിച്ചോ, പുള്ളിയുടെ അല്ല ഒന്നും ചോദിച്ചോ. വേണേ ഞാൻ വിളിച്ച എക്സാം വരും. ഇല്ല സാറേ ബെൻ അല്ല സാറേ എക്സ്ട്രാ ഇല്ല, exam വരില്ലേ? എക്സ്എംഡിയുടെ എക്സെപ്റ്റ് വിളിക്കണോ? അല്ല അണ്ണൂടെ വേണമെങ്കിൽ വിളിച്ചോ വിളിച്ചോ. നമുക്ക് എല്ലാവരുടെയും മെഡിക്കൽ ചെക്കപ്പ് നടത്താം. ഹാർട്ട് പേഷ്യന്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ ചന്ദ്രബോസിന് ഇപ്പം നമുക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാം. ഹാർട്ട് പേഷ്യന്റ് ആണ്, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാം. അല്ല ഞാൻ പറഞ്ഞതാ പുള്ളിക്ക്, ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞ പുള്ളിയുടെ ആവശ്യത്തിന് വെച്ചിരുന്ന കാശ് എന്റെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത്രയും കൂട്ടല്ലേ? അതാ പറഞ്ഞത്. നിങ്ങൾ 70% നേരത്തെ പറഞ്ഞ 70% ആക്കി തരുമോ? 9 കോടി വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾ ഇത്രയും കൂട്ടല്ലേ ദയവ് ചെയ്ത്? പുള്ളിയുടെ സർജറിയാ, അപ്പൊ അത് ചെയ്യണ്ടേ എനിക്ക്? സാറേ നിങ്ങൾ മനസ്സിലാക്കുക സാറേ, ഞാൻ ക്രിമിനൽ സാറേ. പ്രാവ് പഠിക്കാൻ കയറിയ ഡിയോജി ഓഫീസറിന്റെ മുകളില് പ്രാവിനെ പിടിക്കാൻ നിങ്ങൾ എന്നെ ടെററിസ്റ്റ് ആക്കില്ല സാറേ. സാറിന്റെ 3ാമത്തെ കേസാണ് ഇവിടുത്തെ ഡിയോജി. സാർ ഞങ്ങൾ ടെററിസ്റ്റ് ആക്കിയതല്ല, നിങ്ങളുടെ ആള് കേറി വന്നപ്പോ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ടെററിസ്റ്റ് ആണെന്ന്. അതിന്റെ വോയിസ് റെക്കോർഡിങ്സ് എല്ലാം പിഡിയുടെ ബോഡി ക്യാംസിലുണ്ട്. എന്താ സാറേ? നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ടെററിസ്റ്റ് ആണ്, ഞങ്ങൾ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഡിയോജനകത്തോട്ട് കേറി വന്നത് നിങ്ങളുടെ തന്നെ ആൾക്കാരാണ്. വാടകയ്ക്ക് എടുത്ത ഒരുത്തനാ പ്രാവിനെ പിടിക്കുക ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന്. അവന് ഏക്കും പൂക്കും അറിയത്തില്ല. അപ്പാപ്പനോ അപ്പാപ്പനെ വാടകയ്ക്ക് എടുത്താണോ? അപ്പാപ്പനെ വിളിക്കണം. എന്നാ പുള്ളി പിടിച്ചു. അല്ലല്ല ഞാൻ പുള്ളിക്ക് കേസൊന്നും ഇല്ലേ? പുള്ളിക്കെതിരെ കേസുണ്ട്. താങ്കൾക്കെതിരെ വന്നേക്കുന്ന സെയിം കേസ് പുള്ളിക്കെതിരെ ഉണ്ട്. പക്ഷെ പുള്ളി ഇപ്പോഴും അബ്സ്കോണ്ടാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെ നോക്ലിപ്പ് അടിച്ച് പോകൂല? അതെങ്ങനെ സാറേ പോകൂലേ? ആള് കാണാൻ പറ്റത്തില്ല. ആള് ഇവിടെ ഒളിച്ചിരിക്കല്ലേ? പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ദിവസം ഇറങ്ങുമല്ലോ. സാറേ സൗണ്ട് കേൾക്കുന്നു സാറേ. ചന്ദ്രൻ ഓക്കെ അല്ലെന്ന് പറയുന്നത് കേട്ടു. അണ്ണു എന്ത് അണ്ണു ഓക്കെ അല്ലേ? അണ്ണു ജോക്കർ ബോയ്ക്ക് എന്തെങ്കിലും ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടോ? സാറേ ഇല്ല സാറേ, കുറച്ചും ഓടി വന്നിട്ട് അവിടെ വീണായിരുന്നു. ഒന്നുമില്ല, ഇത് കുറച്ചു മുമ്പ് വീണതാണ്. ഓക്കെയാണോ? ഇത് ഇല്ല ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് വരും കാർഡിയാക്ക്. ജോണി സാറിന്റെ ചെയ്യണോ? അല്ല എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ? എനിക്ക് ജോണിയുടെ അതല്ല ഹെൽത്ത് ഇഷ്യൂസ്. തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അല്ല നിങ്ങളുടെ ജോക്കർ ബ്രോയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല സാർ, വലിയ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഓർത്ത് കുറച്ച് വേദന വരും. അല്ലാണ്ട് ഉണ്ട് സാർ ചെറുതായിട്ടൊക്കെ. എന്ത് സാർ എന്ത് പറഞ്ഞ കാര്യം ഒന്ന് പറയൂ. ഹാർട്ട് പേഷ്യന്റ് ആണ്, സർജറിക്കുള്ള പൈസ മാത്രമേ ഇപ്പൊ ഉള്ളൂ, ഫൈൻ അടയ്ക്കാൻ പൈസ ഇല്ലെന്ന് പറയണേ. ഫൈൻ അടയ്ക്കാനുള്ള പൈസ ഞാൻ തരാം സാർ. അതൊന്ന് എത്രാന്ന് പറഞ്ഞ് പറ സാർ. 19 കോടി. ഓക്കെ. എത്ര? 19 കോടിയോ? 9 കോടി തരാം സാർ. 9 കോടി തരാം സാർ. ചേട്ടനായി പോയില്ലേ സാർ? ചേട്ടനായി പോയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? 9 കോടി 65 ലക്ഷം. 9 കോടി 65 ലക്ഷം തരാം സാർ. 10 തരാം സാർ. ബാക്കി നിങ്ങളുടെ വേണ്ട 9 കോടി 65 ലക്ഷം. സാറേ ബാക്കി എന്റെ പോക്കറ്റ് വെച്ചാൽ സാറേ എനിക്ക് പോകുന്നതായിരിക്കും പട്ടച്ചരയിട. ക്യാഷ് സാറേ ആ എമൗണ്ട് വാങ്ങിച്ചോ. പീഡി കളക്ട് ചെയ്യോ? ഈ സമയത്ത് ചോദിക്കാൻ അറിയത്തില്ല. മറ്റേ ആ ടെറസിന്റെ മണ്ടയിൽ ചാടിയ നീഗന്റെ ബോഡി അത് എവിടാന്നറിയോ സാർ? നിങ്ങളുടെ പീഡിയുടെ മണ്ടയ്ക്കൊന്ന് ചാടിയ ഒരു നീഗൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ എവിടാന്ന് വല്ല വിവരം ഉണ്ടോ? അല്ല ഒരു പിടുത്തല്ല. ഞാൻ ഇവിടെ ആയിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്നില്ല. ഫൈൻ ഒന്ന് വാങ്ങാം സാർ. അൺകഫ് ഉണ്ട്, കൈ പൊന്തിക്കണം കേട്ടാ.
ഇറങ്ങി ഓടാൻ നോക്കല്ലേ, ഇല്ല സാറേ ഒരിക്കലില്ല. ഫുള്ള് ലോക്കാണല്ലോ അവിടെ. അണ്ണാ അണ്ണു അണ്ണു അണ്ണേ അണ്ണു എവിടെ? കൈ വന്നിക്ക്. ഒരു മിനിറ്റ് അണ്ണു എവിടെ? എണീറ്റാ? ആരെ ചെയ്യാനാ അണ്ണു ഒന്ന് അവിടെ ആരും ഇല്ല. ഓക്കെ അല്ലേ? അണ്ണു ഇങ്ങനെ കുഴഞ്ഞ വിളിക്കുന്ന ഹലോ? വേറെ എവിടെയും തൊടല്ലേ? പുള്ളി ഓക്കെയാണ് സാർ, പുള്ളി ഓക്കെയാണ്, പുള്ളി ഓക്കെ. ഒന്ന് കൈ വന്നിക്ക്. വല്ല സാർ അത് തെറ്റി. എടാ ഹലോ എക്സാം ചന്ദ്ര സാർ ഒന്ന് കൈ വന്നിക്കോ. ഇതെന്ത് പറ്റി ഇയാളെ തലക്ക്? ആരാക്ക് വയ്യ സാറേ, വയ്യ പറഞ്ഞ ഹാർട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞല്ലേ ആദ്യമേ. താരിക്ക് താരിക്ക്. അറിയാലോ. എനിക്കൊരു പേഴ്സണൽ ആയിട്ട് എനിക്ക് റൂം തരണേ. ഇതിന് ആ വരൂ സാർ, സാർ വരൂ, വരൂ. വയ്യാതിരിക്കും. സാറിന് 5 സ്റ്റാർ റൂം എടുക്കാൻ നമ്മൾ ഇനി സാറേ ഒരാൾ വയ്യായിരിക്കുമ്പോ റൂം വേണം സാറിന്റെ. കൈ തട്ടി, കൈ തട്ടിക്കോ. സാർ ഒന്ന് ഫൈനാക്കിയോ. സാർ ഒന്ന് കേറണേ. സാർ അങ്ങോട്ട് വരുമോ? ജോക്കി സാർ, ആ ജോക്കി സാർ വരൂ. ഒന്ന് വെളിയിലോട്ട് നടക്കും. ഇറങ്ങി ഓടാൻ, ഇനി ഇറങ്ങി ഓടണം. ഒന്ന് വെളിയിലോട്ട് ജോക്കി നടക്കും. സാർ വരൂ, വരൂ സാർ വരൂ. എങ്ങോട്ടാ? മീറ്റിംഗ് റൂം, മീറ്റിംഗ് ആ. റൂം. സാർ അങ്ങോട്ടെ, സാർ അങ്ങോട്ടെ, സാർ അങ്ങോട്ടെ. എങ്ങോട്ടാ? ആ ഹലോ സാറേ, എങ്ങോട്ടാ സാറേ, എങ്ങോട്ടാ സാറേ, ഇങ്ങോട്ടാണോ? ചന്ദ്ര സാർ പുറത്ത് വന്നേ, ചന്ദ്ര സാർ പുറത്ത് വന്നേ. ആ ചന്ദ്ര സാർ ഇങ്ങോട്ട് വന്നേ. ആ. ഈ ഡോറിന്റെ അവിടെ നിന്നും മാറി. ചന്ദ്ര സാർ ഇങ്ങോട്ട് വന്നേ, ആ. ഈ റൂമിലോട്ട്. ഒരു ചെക്കപ്പ് ചെയ്യേണ്ട ആൾ എനിക്ക് ജോക്കി സാർ വിട്ടു. അകത്തോട്ട് നോക്ക്. ജോക്കി സാർ എങ്ങോട്ടാ? ഇത്രയും പെട്ടെന്ന് വിട്ടാ? അയ്യോ, എന്താണ് ഇതെന്താ? എന്താണ് സാർ? സാറിന് പുറത്ത് വരാനുള്ള ടൈം ആയിട്ടില്ലല്ലോ. അല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഇങ്ങോട്ടല്ല, അപ്പുറത്തെ റൂമിലോട്ടാ പറഞ്ഞത്. സാറ് പറയണ്ടെന്ന് മാത്രം സാറിന് ടേസ്റ്റ് ഒക്കെ ചെയ്യണേ. സാറോടെ അപ്പുറത്തെ റൂമിലോട്ട് എന്റെ പുറകെ സാർ ഇതിലൂടെ ഓടിയില്ലേ? സാറ് പറഞ്ഞപ്പോലെ സാറേ ഇതൊക്കെ ഞാൻ ഓടിയൊന്നുമില്ലല്ലോ സാറേ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും അപ്പുറത്തെ റൂമിലോട്ട് എടാ ജോക്കി സാറിനെ ഒന്ന് കൂടെ കൊണ്ടുവരേ. പൊലയോടി മോനെ തരാൻ. ഇത് ഇനി ആശുപത്രിയിൽ ഒരു 1.5 മണിക്കൂർ കിടക്കാം. എന്താണ് ഇവരെന്നെ ചെയ്യണേ? കഫായിട്ട് നിൽക്കട്ടെ അവിടെ. ഫൈൻ ഇഷ്യൂ ചെയ്തോ? ഫൈൻ ഇഷ്യൂ ചെയ്തോ? ആ അത് ഇഷ്യൂ ചെയ്തു. വാങ്ങിച്ചോ? സാറേ ഇത് എന്തൊക്കെ ഇവിടെ എന്താ പ്രസവ റൂമുണ്ടോ? പ്രസവം ആടണ്ടോ സാറേ ഇവിടെ? ഫൈൻ വാങ്ങിച്ചോ? ആ നമ്മൾ MDT വഴി ചെയ്തിട്ടുണ്ട്. ഫാദറിനെ ചെക്ക് ചെയ്യോ? സാറേ എന്നെ ചെക്ക് ചെയ്ത് എന്നെ ഇവിടെ ആവോ? സാറേ പൈസ അടച്ചായിരുന്നു, പൈസ ആ അടച്ചായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഫുക്രുവും കാസറും എന്നെ ഒന്ന് കാണണേ. ഫൈൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. ആ സാർ, എഴുതി വാങ്ങിച്ചോ? ബാക്കി ജാമ്യത്തിന്റെ ഒക്കെ ഫോർമാറ്റ് വാങ്ങിച്ചു 2 വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചല്ലോ. അപ്പം കിട്ടാം. ആരോടാലേ? ഓ സാറേ പുറത്തോട്ട് വിട്ടോളൂ. അല്ലേ അല്ലേ ഈ ഡേറ്റും ഈ സമയവും ഞാൻ ഓർത്തിരിക്കാം സാറേ. നാളെ അല്ല സാറേ, നാളെ ഒന്ന് ഹാജരാവാനാ. സാർ എന്താ സാറേ ഒരു വരി? നാളെ അഡ്വക്കേറ്റിനെ കൊണ്ട് വരണേ. സാറ് മറക്കല്ലേ ഈ ഡേറ്റും ഈ സമയമൊക്കെ ഒന്ന്? അല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് ഓർപ്പിക്കണേ. അല്ലെ നാളെ വന്നിട്ട് എന്നെ വാണ്ടടാക്കല്ലേ എന്നെ കേട്ടോ? നാളെ ലോയറിനെ കൊണ്ട് വരണേ. ഇത് നിന്ന് അണ്ണു ഞാൻ അങ്ങോട്ട് പോവാണേ. ഞാൻ കാര്യം കാണിച്ചോളൂ. ചന്ദ്ര ഒരു മിനിറ്റ്. പേയ്മെന്റ് ചെയ്തേക്കുന്നു സാർ, പേയ്മെന്റ് ചെയ്തോ? സാർ കോട്ടാണ്. അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തേ നിങ്ങൾ എന്താ വെച്ചാ സാറേ ഡോർ തുറക്കും. ഡോർ തുറക്കും. അകത്തിടുവോ സാറേ? അണ്ണു വാപ്പോ പറയാം. അണ്ണു സാർ ഞാൻ ചന്ദ്രനെ കേട്ടോ പറഞ്ഞു സാർ. OMB
ഇവന്മാരുടെയൊക്കെ വിചാരം ഇവന്മാരെ ആരാണ്? ഞാൻ നിൽക്കത്തില്ല, ഒരു സെക്കൻഡ് ഞാൻ നിൽക്കത്തില്ല. അല്ല വണ്ടി ഇപ്പൊ വരും, വണ്ടി ബാലിനെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പൊ വരും. ചന്ദ്ര സാർ സാറേ ഒണിക് സാറ് ഒനിക്സ് സാർ അല്ല ഷാജി. അല്ല ഒണിക് സാർ അല്ല, അത് മനസ്സിലായി. ഒണിക് സാർ എവിടെയാണ്? ഒനിക്സ് സാറോ? ഒനിക്സ് സാർ ഹോസ്പിറ്റലുണ്ട് സാർ. ആ സംസാരിക്കാനായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ സംസാരിക്കാം നമുക്ക്. അല്ല സാറ് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് കറന്റ് ഹോസ്പിറ്റലിൽ സംസാരിച്ചാൽ മതി പുള്ളിക്കാരൻ്റെ അടുത്ത്. ആ അതാണ് ചോദിച്ചത്. ഡിയോജ് ആ സാറ് ഹോസ്പിറ്റലിൽ ചീഫ് ഡോക്ടേഴ്സ് കാണും സാർ. സാറിന്റെ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞാൽ സാറ് വിളിച്ചു തരും അവര്. ആ ഓക്കെ ഓക്കെ. സാറ് ചീഫ് അല്ല? അല്ല ഞാൻ ചീഫ് അല്ലല്ലോ. സാർ ട്രെയിനി ആണോ? അല്ലല്ല ഞാൻ ഹെഡ് മാസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ആണോ? ഞാൻ 2 തവണ ഡബിൾ ചെക്ക് ചെയ്തു. പേരെന്താണ്? ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയടോ. അതെ, ഞാൻ അതെ. പറഞ്ഞായിരുന്നു ഡബിൾ ചെക്ക് വായിക്കാൻ അറിയാവോ? എനിക്ക് സാറിന്റെ പേര് അറിഞ്ഞൂടല്ലോ. അന്നാ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ആ. എന്നോട് പറഞ്ഞു കോപ്പി പേസ്റ്റ് ചെയ്ത് അതിന്റെ അകത്ത് തന്നെ ഫില്ല് ചെയ്ത് തരാം. ഞാൻ അപ്പോഴും ചോദിച്ചു അത് വേണ്ടാ, തന്നെയാണോ? കൈ വെക്കണ്ട. വലിയ വിഷയം. ചന്ദ്ര എന്തുപറ്റി? ചന്ദ്ര എന്തുപറ്റി? എന്ത് പറ്റാനാ ബാല? ബാല നാളൊന്ന് നാളെ അഡ്വക്കേറ്റ് ആണോ നീ ഒന്ന്? ഇല്ല, ഞാൻ എന്റെ കസിനാണ് അഡ്വക്കേറ്റ്. അങ്ങേര് കഴിഞ്ഞ ദിവസം ആ, ചിക്കൻ അത് തൊണ്ടായി ആ. കുരുങ്ങി ചത്തുപോയി. ആളെ ആ എത്ത് ആള് ചത്തുപോയി. ചത്തുപോയി ഒന്നുകൂടി. അതല്ലേ എത്തിയല്ലോ. ഇനി ഭർത്തേ അളിയാ. അല്ല സാറേ, സാറേ ഇത് കേസുണ്ട് സാറേ. ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞു തന്നു സോൾവ് ചെയ്യൽ വഴിയുണ്ടാ നമ്മളെ ബന്ധം വെച്ച്. ഇത് ഡിയോജിയുടെ ഈ ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ചെന്നുള്ള കേസ്. ഓഫീസറല്ല, ഈ ഓഫീസ്, ഈ മന്ദിരം സാറേ. പ്രാവ് പിടിക്കാൻ കയറി സാറേ മുകളില്. പാർട്ടിയെ പ്രാവ് പിടിക്കാൻ മുകളിൽ കയറി എന്നെ ടെററിസ്റ്റ് ആക്കി അവന്മാര്. സാറിന് ചോദിച്ചു ജാമ്യത്തിൽ ആൾ ജാമ്യത്തിൽ അണ്ണൂന്റെ പറഞ്ഞത് എന്റെ ജാമ്യക്കാരൻ അണ്ണൂന്റെ ജാമ്യത്തിലാ വിട്ടേന്ന് പറഞ്ഞേ. എന്റെ പൊന്ന് ചന്ദ്ര, വെറുതെ ചന്ദ്ര, ഇല്ലെങ്കിൽ ഞാൻ അകത്ത് കിടക്കേണ്ട ഒരു ജോക്കിയുടെ ജാമ്യത്തിലാണോ വിട്ടേക്കുന്നേ? ഓ ഇല്ല ഞാൻ വരും. ആൾമാറി നടക്കണമെന്തോ. ഇല്ല എന്റെ കൊക്കിന് ചെയ്യണേ നാളെ ഞാൻ ഇതേ സമയത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ പറഞ്ഞിട്ടാ പോയേ സാറേ. അകത്ത് പറഞ്ഞിട്ടാ വന്നേ. ഈ സമയവും ഈ ദിവസവും മറക്കല്ലെന്ന്. ഈ ഡയലോഗ് എവിടെയോ സാർ സംസാരിക്കും സാറേ. എനിക്ക് വേണ്ടി ഒന്ന് സാറി തോക്ക് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാ സാറേ നമ്മുടെ തോക്കില്ല. സാറിങ്ങനെ തോക്ക് വെച്ചോണ്ട് നിക്കല്ലേ ഇങ്ങനെ കൈവേനെടുക്കും. സാറേ അവൻ ഒരിക്കൽ വെടിവെക്കാം സാറേ. ഒരിക്കൽ അവൻ കൈ പൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ മരിക്കുമല്ലോ. അവന് തോന്നണ്ട സാറേ, അവൻ വെടിവെച്ചിട്ട് അവൻ പിന്നെ ജീവനോട് ഇവിടെ നിന്ന് പോകുന്ന. സാറേ ഒന്നുമില്ല സാറേ, പോയിട്ട് ഇപ്പൊ കറക്റ്റ് പക്കേ. അത് നോക്കട്ടെ, എന്താന്ന് നോക്കട്ടെ. പിന്നെ ഇന്നലെ എന്തോ EMS-ന്റെ കേസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. സാറേ EMS ഒക്കെ വെറുതെ കള്ളം പറയാ സാറേ. ക്രിമിനൽസാ EMS ഉള്ളമാരല്ല, ക്രിമിനൽസ്, ബോൺ ക്രിമിനൽസ്. നാടിയാടി ഒരാള്. എടോ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, നാളെ ഈ കേസിന്റെ കാര്യത്തിൽ സാർ എനിക്കൊന്ന് കാണണം കേട്ടോ, സംസാരിക്കണം. നിങ്ങൾ എന്നാ വെച്ചാൽ സംസാരിച്ചു. നിങ്ങൾ ഇവൻ പറയുന്ന ഒന്നും ഇപ്പൊ കേൾക്കാൻ വേണ്ട, ചെവി ഉൾക്കൊള്ളുകയും വേണ്ട, മനസ്സിലായോ? ഞാൻ എന്തായാലും നോക്കട്ടെ, ചോദിച്ചോക്കട്ടെ. ശരി സാറേ, അടിച്ചു നടക്കട്ടെ. ഞാൻ എന്തായാലും ഒന്ന് ഓക്കെ സാർ. ഓ ശരി.